ഇസ്രായേലിൻ്റെ സാങ്കേതിക വിദ്യ ചോർത്തി ഇറാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിർമ്മിക്കുന്നു എന്ന് റഷ്യൻ പത്രം റിപ്പോർട്ട് ചെയ്തു. ഇതിനാസ്പദമായിരിക്കുന്ന സംഭവത്തെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പിൻ്റെ ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ലെബനാനിൽ ഇസ്രായേൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചു. ചില ഭാഗങ്ങളിൽ 3 പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. അതിൽ 2 പൊട്ടുകയും ഒരുപാട് പേർ മരണപ്പെടുകയും വലിയ നാശനഷ്ടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി. എന്നാൽ ഈ തലസ്ഥാന നഗരിയോട് ചേർന്ന് കൊണ്ട് കിഴക്കൻ ഭാഗത്ത് പ്രയോഗിക്കപ്പെട്ട ഒരു ബങ്കർ ബസ്റ്റർ ബോംബ് പൊട്ടാതെ കിടന്നു. ഈ പൊട്ടാതെ കിടന്നത് എന്ന് പറയുന്നത് ഈ ഹിസ്ബുള്ള ഗ്രൂപ്പിന് വലിയ സ്വാധീനമുള്ള മേഖലയാണ്. അല്ലെങ്കിൽ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ സ്വാധീന മേഖലയിലാണ് സാധാരണഗതിയിൽ ഇസ്രായേൽ ആക്രമണം നടത്താറുള്ളത്. ഇവരെന്ത് ചെയ്തു? ഹിസ്ബുള്ള ഗ്രൂപ്പ് ഈ ബങ്കർ ബസ്റ്റർ ബോംബ് വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് അപ്രത്യക്ഷമാക്കി. കുറഞ്ഞൊരു സമയം മാത്രമാണ് കാണാൻ വേണ്ടി സാധിച്ചത്. പിന്നീട് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും അവർ ഇസ്രായേൽ വലിയ രീതിയിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തെരച്ചിൽ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. തെരച്ചിൽ എന്ന് പറഞ്ഞ സമയത്ത് ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതായത് പൊട്ടാത്ത ബങ്കർ ബസ്റ്റർ ബോംബുകൾ ശത്രുവായിരിക്കുന്ന ഇറാൻ്റെ കൈവശത്തിൽ എത്തുമോ എന്നൊരു പേടിയുടെ അടിസ്ഥാനത്തിൽ അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇസ്രായേൽ അതിൽ പരാജയപ്പെട്ടു. കാരണം കുറഞ്ഞൊരു നിമിഷം മാത്രമാണ് പൊട്ടാത്ത ബോംബിനെ അവിടെ കാണാൻ വേണ്ടി സാധിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആ വിഷയങ്ങൾ പറഞ്ഞതാണ്. അപ്രത്യക്ഷമായിരിക്കുന്ന ആ ബോംബിന് വേണ്ടി ചെറിയ രഹസ്യമായിരിക്കുന്ന ചില തിരച്ചിലുകളും അന്വേഷണങ്ങളൊക്കെ നടത്തി അത് അവിടുത്തെ മൊസാദ് വിഭാഗത്തെ ഉപയോഗപ്പെടുത്തിയാണ്. മൊസാദ് വിഭാഗം ഇപ്പോഴും ലെബനാനിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. തങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ളതും എങ്ങോട്ടാണ് ഇത് മാറ്റപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള വിവരം ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് പരിശോധന നടത്തിയെങ്കിലും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇറാനിലേക്ക് കൈമാറി. എങ്ങനെ കൈമാറി എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇല്ല. ഇറാൻ എന്ത് ചെയ്തു? അതിൻ്റെ സാങ്കേതിക വിദ്യ ചോർത്തെടുത്തുകൊണ്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. റഷ്യ ഈ റിപ്പോർട്ടാണ് പ്രാധാന്യത്തോടു കൂടി കൊടുത്തിരിക്കുന്നത്. അവരുടെ കൈവശത്തിലേക്ക് എന്തെങ്കിലും ഒരു കളിപ്പാട്ടെങ്കിലും കിട്ടിയാൽ പോലും അത് വലിയ യന്ത്രമാക്കി മാറ്റുന്ന തന്ത്രശാലികളാണ് ഇറാനികൾ എന്നുള്ളത് ലോകത്തിന് തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചത് ഇറാൻ ആക്രമിച്ച ആ 12 ദിവസമാണ്. ഇറാൻ്റെ തിരിച്ചടിയിൽ ലോകം മുഴുവൻ അമ്പരന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഒരു മുസ്ലിം രാജ്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 6 ദിന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ എളുപ്പത്തിൽ 6 മണിക്കൂർ കൊണ്ട് ആ യുദ്ധത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിച്ചു. സംഗതി 6 ഡേ വാർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും മണിക്കൂറുകൾക്കകം തന്നെ അവരുടെ അതിശക്തമായിരിക്കുന്ന മുന്നേറ്റം, ഈജിപ്തിൻ്റെ ശക്തമായിരിക്കുന്ന മുന്നേറ്റത്തിന് അവരുപയോഗിക്കപ്പെട്ട എല്ലാ സാങ്കേതിക വിദ്യയും നിമിഷം കൊണ്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളത് ഈജിപ്ത് തന്നെ പിന്നീട് സമ്മതിച്ച കാര്യമാണ് മുസ്ലിം രാജ്യങ്ങളും. അതോടുകൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വിപുലീകരിച്ചത്. ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഭൂപ്രദേശം പിടിച്ചെടുത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടു. ലെബനാനിന് സ്ഥലം പോയിട്ടുണ്ട്, ഈ സിറിയക്ക് പോയിട്ടുണ്ട്, ജോർദാന് പോയിട്ടുണ്ട്, ഈജിപ്തിന് പോയിട്ടുണ്ട്. 4 രാജ്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ രാജ്യം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതുവരെ ഇസ്രായേലിന് ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയോളം ഭൂപ്രദേശം ഈ 4 രാജ്യങ്ങളിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് 6 ഡേ വാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോകം മുഴുവനും അമ്പരന്നിരിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇസ്രായേലിനെ അംഗീകരിച്ച ഒരു കാര്യമാണ്. അന്നത്തെ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന ഈജിപ്ത് നേതൃത്വം നൽകിയിരിക്കുന്ന ഏകദേശം 4-5 രാജ്യങ്ങൾ പങ്കെടുത്ത മഹായുദ്ധം, ആ യുദ്ധം മണിക്കൂറുകൾ കൊണ്ട് പരാജയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ അവിടെ പോലും അതിജീവിച്ചിരിക്കുന്ന ഇസ്രായേൽ ഇവിടെ തോറ്റുപോയിരിക്കുന്നതിൻ്റെ നാണക്കേട്, അതായത് ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തോറ്റുപോയതിൻ്റെ നാണക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് ഇറാൻ വളർന്നു വന്നത്. ഇറാൻ അന്ന് യഥാർത്ഥത്തിൽ എണ്ണപ്പെടുന്ന സമയത്ത് അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട 6 ഡേ വാറിലെ 6ാമത്തെ കക്ഷിയായിട്ടൊക്കെയാണ് ഇറാൻ്റെ പേര് പറയുന്നത്. 1, 2, 3, 4 സ്ഥാനത്തൊന്നുമില്ല. അന്ന് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും തീരെ കുറവായിരുന്നു ഇറാന്. പിന്നീട് അവരെന്ത് ചെയ്തു? അവർ ശക്തി സംഭരിച്ചതോട് കൂടിയിട്ട് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം പ്രതിരോധിക്കാൻ വേണ്ടി പുതിയ ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അവിടെയാണ് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ വലിയ സഹായം കിട്ടിയത്. അങ്ങനെ അവർ വളർന്നു വന്നു. ഇന്ന് സാങ്കേതിക രംഗത്തൊക്കെ വലിയ മുന്നേറ്റമാണ്. ഏകദേശം 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ സ്വന്തമായിട്ട് നിർമ്മിച്ചുകൊണ്ട് പരീക്ഷ നടത്തി എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം സ്ഥിരീകരിക്കപ്പെട്ടതാണ്. അത് ഇറാനിൽ നിന്ന് വേണമെങ്കിൽ അമേരിക്ക ആക്രമിക്കാൻ പാകത്തിലാണ്
അതിൻ്റെ ഈ സൈനികമായി ഈ നിർമ്മിതമായിരിക്കുന്ന സാങ്കേതിക വിദ്യ എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. 10,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ നിർമ്മിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 15,000 ഉണ്ടാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. എന്ന് വെച്ചാൽ വേണ്ടി വന്നാൽ ഈ ഇറാനിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയുടെ സർവ്വ മേഖല ആക്രമിക്കാൻ അവർക്ക് ശക്തി ഉണ്ടാവും എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ അതിശക്തമായിരിക്കുന്ന ബോംബാണ്. അത് ഇട്ട് കഴിഞ്ഞാൽ 100 എണ്ണമാക്കി ചെതറിപ്പോകുന്ന രീതിയിലാണ്. വലിയ ആക്രമണം നടത്താൻ വേണ്ടി ചെറിയ സംവിധാനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ചെറിയ ഒരു ആണവായുധം എന്നൊക്കെ ബങ്കർ ബസ്റ്റർ ബോംബിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും. ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നതിനിടെ തന്നെ ലെബനാൻ ഇസ്രായേൽ ആക്രമിക്കുന്നത്. അങ്ങനെ അവർക്കൊരു വലിയ ഞെട്ടലും വലിയ രീതി ആഘാതം ഉണ്ടാക്കുകയാണ് ഉദ്ദേശം. അവിടെ ഇപ്പോഴും ചാരന്മാർ പ്രവർത്തിക്കുന്നത് കൊണ്ട് എല്ലാവിധ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങളും ഇവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടത്തിയത്. അപ്പോഴാണ് ഈ ഒരു ശേഷിക്കുന്ന ഒരു ബങ്കർ ബസ്റ്റർ ബോംബിൻ്റെ സംവിധാനം ഉണ്ടാകുന്നത്. അത് അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. അത് ഇറാൻ്റെ കൈവശത്തെത്തുന്നു. ഇറാൻ അത് നിർമ്മിതം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത്. 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഏകദേശം 970-80 കാലഘട്ടത്തിൽ റഷ്യയിൽ നിന്ന് ഇറാൻ വാങ്ങി എന്നാണ് അതിൻ്റെ ചരിത്രം. മിസൈൽ ചരിത്രം ഇറാൻ്റെത് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കാണുന്ന കാര്യം ഇങ്ങനെയാണ്. 1969-70 കാലഘട്ടത്തിലാണ് അവർ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത്. സാങ്കേതികപരമായ രീതി വലിയ മുന്നേറ്റം ഇറാൻ ഉണ്ടാവണമെന്നും എല്ലാവരും വളഞ്ഞ് തിരിഞ്ഞുകൊണ്ട് ആക്രമിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ. പിന്നീട് അവിടെ ഇസ്ലാമിക വിപ്ലവം നടന്നു. ആയത്തുള്ള ഖമേനി രാജ്യം അട്ടിമറിച്ചു. ഇസ്ലാമിക വിപ്ലവം വന്നതോട് കൂടിയിട്ട് സൈനികപരമായിരിക്കുന്ന ബലവും ശക്തി ഉണ്ടാവാൻ വേണ്ടി തീരുമാനിച്ചു. 80 കാലഘട്ടത്തിൽ ഈ വിപ്ലവം നടന്നത് ഉടനെ തന്നെ ഇറാഖുമായിട്ട് യുദ്ധമുണ്ടായി. 8 വർഷത്തോളം യുദ്ധം ചെയ്തു. 10 ലക്ഷം ആളുകൾ മരിച്ചു. പിന്നീട് അവർക്ക് ഒരു കാര്യം മനസ്സിലായി, തങ്ങൾ സ്വയം പര്യാപ്തത നേടിയിട്ടില്ലെങ്കിൽ ആക്രമിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന്. സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് ശ്രമങ്ങളൊക്കെ ആരംഭിച്ചത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് മിസൈൽ സാങ്കേതിക വിദ്യ, മിസൈൽ വിലക്ക് വാങ്ങുന്നു ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് ഇറാൻ, അതായത് സോവിയറ്റ് യൂണിയൻ്റെ കയ്യിൽ നിന്ന് ഇറാൻ വാങ്ങുന്നു. എന്നിട്ട് അവർ ചെയ്തിരിക്കുന്ന കാര്യം ഇതിൻ്റെ സാങ്കേതിക വിദ്യ ചോർത്തിയെടുക്കുന്നു. മിസൈൽ പൊളിക്കുന്നു. പൊളിച്ചതിന് ശേഷം ഉപയോഗിക്കുന്ന മെത്തേഡുകളും അതിൻ്റെ ഐഡിയകളും അതിൻ്റെ രൂപങ്ങളും കണ്ട് മനസ്സിലാക്കി പുതിയ നിർമ്മിതികൾ ആരംഭിക്കുന്നു. ആ നിർമ്മിതിയിൽ ആദ്യാദ്യ ഘട്ടത്തിലൊക്കെ വലിയ പരാജയം അവർക്കുണ്ടാകുന്നു. പിന്നീട് അവർ വിജയിക്കുന്നു. 500 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ ഈ റഷ്യയോട് കിടപിടിക്കാൻ പാകത്തിലുള്ളത് നിർമ്മിച്ചുകൊണ്ട് അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നീട് 500 600 നീട്ടി, 1000 നീട്ടി, പിന്നെ അത് 2000 നീട്ടി. 2000 നീട്ടുന്ന സമയത്ത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എത്ര ദൂരമാണോ ഇസ്രായേലിലേക്കുള്ളത് ആ ദൂരപരിധിയുള്ള മിസൈൽ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ടാക്കുന്ന 2ാം ഘട്ടത്തിലുള്ള മിസൈൽ നിർമ്മിതി ആരംഭിക്കുന്നു എന്ന് അന്ന് ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞതാണ്. അതിന് സമാനമായിരിക്കുന്ന നിർമ്മിതികളാണ് അവർ ആരംഭിക്കുകയും ചെയ്തത്. 2100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഇറാനിൽ നിന്ന് ഇസ്രായേലിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖല മുഴുവൻ ഒരേ സമയത്ത് ആക്രമിക്കാൻ പാകത്തിലാണ് 2100. അത് ഇഷ്ടംപോലെ അവരുടെ കൈവശത്തിലുണ്ട്. ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ അവർ പ്രയോഗിച്ചത് അങ്ങനെയാണ്. ഈ മിസൈൽ മാത്രമല്ല, ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചു. അവരുടെ എല്ലാ റഡാർ സംവിധാനങ്ങളും തകർത്തു, പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു, ലക്ഷ്യം കണ്ടു. പിന്നീട് അവർ 2000 നിന്നിട്ടില്ല. 2000 കൂട്ടിയിട്ടാണ് 5000 ആക്കിയത്. ഇപ്പോൾ 10,000 ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതോടനുബന്ധിച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബങ്കർ ബസ്റ്റർ ബോംബുമായി ബന്ധപ്പെട്ട വിഷയം. ബങ്കർ ബസ്റ്റർ ബോംബ് അവർ സാങ്കേതിക വിദ്യ ചോർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ അകത്ത് ഇറാൻ്റെ ഈ ചാരസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞതാണ്. 2 വ്യക്തികൾ അവിടെ പിടികൂടിയിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. പിന്നീട് എന്തായിട്ട് എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ വിവരങ്ങളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കൊട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവിടെയുള്ള സൈനിക കേന്ദ്രത്തെക്കുറിച്ച്, ആണവായുധ കേന്ദ്രത്തെക്കുറിച്ച്, ശാസ്ത്രജ്ഞരെക്കുറിച്ച്, അവരുടെ ബയോഡേറ്റയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ജീവരീതികൾ എല്ലാം വളരെ കൃത്യമായ രീതിയിൽ ക്രോഡീകരിക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു എന്ന് മാത്രമല്ല, ഇറാൻ അത് പരസ്യപ്പെടുത്തുകയും പബ്ലിസിറ്റി ചെയ്യുകയും ചെയ്തു. സോഷ്യൽ മീഡിയകൾ വഴിയും ഇത്ര ശാസ്ത്രജ്ഞന്മാർ ഈ ഇസ്രായേലുണ്ട്, അവർ ഇന്ന സ്ഥലത്ത് ഇന്ന രീതിയിലാണ് ജീവിക്കുന്നത്, അവരുടെ ജീവിത ചുറ്റുപാട് ഇങ്ങനെയാണ്, അവസ്ഥകൾ ഇങ്ങനെയാണ് എന്നവർ പറയുകയും ചെയ്തു. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്ന കാര്യമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തങ്ങളുടെ രാജ്യത്തിലെ ഏറ്റവും ഉന്നതരായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ രഹസ്യങ്ങൾ പബ്ലിക്കിൽ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ഇറാനെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തു. ഇതിന് തിക്തഫലം അനുഭവിക്കുമെന്നൊക്കെ പറഞ്ഞ് അവസാനിക്കുന്നതിന് ശേഷം, അല്ലെ അവസാനിച്ച ഉടനെ തന്നെ ഇറാൻ മറ്റൊരു പ്രസ്താവന വീണ്ടും പുറത്തിറക്കി. അവിടുത്തെ സൈനിക മേധാവികളുടെ ബയോഡേറ്റയായിരുന്നു അത്.
ശാസ്ത്രജ്ഞർക്ക് അറിഞ്ഞു, സൈനികരുടേത് വന്നു. പിന്നീട് അതോടൊപ്പം തന്നെ അവരുടെ മരുഭൂമിയിൽ ഡിനോമ എന്ന് പറയുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അതും പുറത്തു വന്നു. സമ്പൂർണ്ണമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിയതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ലെബനാനിലെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിൻ്റെ നിർഭാഗ്യവശാൽ പൊട്ടാതിരിക്കുന്നു, അത് എടുത്തു കൊണ്ടുപോകുന്നു, അങ്ങനെ അത് ഇറാൻ്റെ കൈവശത്തിലെത്തുന്നു. അവരിപ്പോൾ അതിൻ്റെ പുതിയ നിർമ്മിതികൾ, സാങ്കേതിക വിദ്യ ചോർത്തിയെടുത്തുകൊണ്ട് പുതിയ ബങ്കർ ബസ്റ്റർ നിർമ്മിതികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് റഷ്യയുടെ പത്രങ്ങൾ പ്രാധാന്യത്തോടു കൂടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.